പോയാൽ പലയിടത്തും ഇപ്പം ബോബി ഇപ്പം ഡൽഹിയിലോ മുംബൈയിലോ ഒക്കെ പോവുകയാണെങ്കിൽ സ്റ്റാർ ഹോട്ടലിലേ താമസിക്കൂ, എന്നിട്ട് പോയാൽ അവിടെ കയറ്റുമോ? അല്ല, രണ്ട് സ്ഥലത്ത്. എന്റെ ക്യാരക്ടർ നേരത്തെ പറഞ്ഞ പോലെയാ. ചിലപ്പോൾ സ്റ്റാർ ഹോട്ടലില്, ചിലപ്പോൾ സാധാരണ ലോഡ്ജിൽ പോയി താമസിക്കും. ഇന്ന് രാവിലെ ഞാൻ മെറൈൻ ഡ്രൈവില് നടക്കാൻ പോയപ്പോൾ അവിടെ ചെറിയൊരു കടയുണ്ട്. അവിടെ ആകെ ദോശ മാത്രമേ ഉള്ളൂ. ദോശ കഴിച്ചു. തട്ടുകടയിൽ കഴിക്കാനാണ് ഇഷ്ടം, എന്നാൽ ഇടയ്ക്ക് മടുക്കുമ്പോ 5 സ്റ്റാറിൽ പോകും. രണ്ട് തലത്തിൽ പോണ ആളാണ്. ക്ലബിലൊക്കെ പോകുമ്പോ ഇത് എല്ലാം ഇടും, കേറ്റുമല്ലോ. ഡിസ്കോയിലും മാത്രം കേട്ടില്ല. അത് എപ്പോഴേലും പോകണ്ടെങ്കിൽ ഇത് മാറ്റി അതിൽ എൻട്രി ചെയ്യാൻ വേണ്ടി ജീൻസ് ഇതൊക്കെ വലിച്ചു. ഈ ഹെയർ സ്റ്റൈലിന് പിന്നിൽ എന്താ? ഇത് മോശമാണെങ്കിൽ മാറ്റാം. എന്താ പറഞ്ഞ പഴയ ജോസിന്റെയും ജയന്റെയും ഒക്കെ കാലത്ത് ഈ ഹെയർ സ്റ്റൈല് ആദ്യം ലോങ് ഹെയർ ആണ് അധികം ഉപയോഗിക്കുക. ഇടയ്ക്ക് കട്ടും മൊട്ട അടിച്ചിട്ടുണ്ട് കുറച്ച് വർഷങ്ങളായിരുന്നു മാത്രം. ലൈഫ് ഒന്നല്ലേ ഉള്ളു, അപ്പൊ എല്ലാം നോക്കണം. പരമ്പരാഗതമായി കിട്ടിയതാണ്. അതെ അതെ, 151 വർഷമായി പാരമ്പര്യമായിട്ടുള്ള ബിസിനസ്. ഐ ആം ദ 4th ജനറേഷൻ. അതിലും മടുപ്പില്ല? മടുപ്പാണ് ബിസിനസ്. ഇപ്പൊ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഇൻഡസ്ട്രിയില് കേരളത്തിൽ ആദ്യമായിട്ട് സൽമാൻ ഖാനെ 15 വർഷം മുമ്പ് കൊണ്ടുവന്നത് ഞാനാണ്. അന്ന് കേരളത്തിൽ ഒരാൾക്കും ബ്രാൻഡ് അംബാസിഡർ ഇല്ല ഈ രംഗത്ത്. ഈവൻ ഒരു ജ്വല്ലറി ഷോപ്പ് പോലൊരു നടൻ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല. ഞാൻ വന്നതിന് ശേഷം ഇപ്പൊ നടന്മാരെ കിട്ടാനില്ല. എല്ലാവരും നടന്മാരും നടിമാരും ഉണ്ടെങ്കിൽ അപ്പൊ ആ ബ്രാൻഡ് അംബാസിഡർ എന്നുള്ള കേരളത്തിലെ കൺസെപ്റ്റ് കൊടുക്കുന്നതാണ്. ക്യാരറ്റ് ചെക്കിംഗ് മെഷീൻ സൗത്ത് ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഞാനാണ്. ഈ സാധാരണക്കാർക്കുള്ള 100 രൂപ അടച്ചിട്ട് പാവങ്ങൾക്ക് വാങ്ങാൻ സ്വർണ്ണമുള്ള സ്കീം 25 വർഷം മുമ്പ് കൊണ്ടുവന്നതാണ്. അതുപോലെ കുറെ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. എങ്കിലും ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഐ നോ ദ മാർക്കറ്റിംഗ്. സ്വർണ്ണ കച്ചവടം അത്ര വലിയ ലാഭമുള്ള കച്ചവടം അത്ര ഒന്നുമില്ല. ഇപ്പൊ വലിയ കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പഴയകാലം പോലെയൊന്നല്ല. അല്ല, ചോദിക്കാൻ കാരണം ഈ നേരത്തെ പറഞ്ഞ കണക്കന്നെ വലിയൊരു കണക്കുണ്ടല്ലോ, അതുപോലെ അത് അഡീഷണൽ ഒരു ദിവസം കൊണ്ട് കൊടുക്കണമല്ലോ. കുറെ സമയങ്ങളിൽ കൂടെ കൊടുത്ത് മുമ്പോട്ട് പോകാനേ പറ്റണം. ഒരു മാസത്തിനുള്ളിൽ ഒരു പർട്ടിക്കുലർ സമയത്തിനുള്ളിൽ എല്ലാം ചെയ്യാൻ പറ്റും. 14 കോടി രൂപ ഏറ്റവും കുറഞ്ഞ ചെലവായിട്ട് 14 കോടി, ഓരോ ജില്ലയ്ക്കും ഓരോ കോടി വെച്ച്. ആ 14 കോടി ആ ചെലവ്, പിന്നെ മാർക്കറ്റിംഗിന്റെ ചെലവ്, ഈ ഇവന്റ് മാനേജ് ചെയ്യുന്നതിന്റെ ചെലവ്. അപ്പൊ ഏറ്റവും 20 കോടിയോളം രൂപ ചെലവാക്കിയിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. അതിന് മാത്രമുള്ള വലിയ ലാഭം ഉണ്ടാക്കുന്ന ബിസിനസ് ആണോ താങ്കൾ ചെയ്തത്? അത് ഒരു മാസം കൊണ്ടോ 6 മാസം കൊണ്ടോ അല്ല, ഗ്രാജുവലി ആയിട്ട് ഉണ്ടാക്കി കൊണ്ടുവരണം. 212 കിലോമീറ്റർ ഓടി, എല്ലായിടത്തും വലിയ സ്വീകരണമൊക്കെ ലഭിക്കുന്നുണ്ടായിരുന്നു. അത് ഒരുപക്ഷെ താങ്കളുടെ ഒപ്പം ഉണ്ടായിരുന്ന അനുചര വൃന്ദം അതൊക്കെ ഏർപ്പാടാക്കുന്നതിൽ ശ്രദ്ധേയമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എല്ലായിടത്തും. അതിനൊക്കെ അപ്പുറത്തേക്ക് ജീവകാരുണ്യ മനുഷ്യൻ നിലയ്ക്ക് കേരളം ട്രൂ ആയിട്ട് താങ്കളെ അംഗീകരിച്ചു എന്ന് വിശ്വസിക്കുന്നുണ്ടോ? കേരളം എന്നെ ഇപ്പൊ ഈ ഓട്ടം കൊണ്ടല്ല, അതിനു മുമ്പ് തന്നെ ഒരുപാട് പേരായിട്ട് ഫ്രണ്ട്ഷിപ്പും, പലരും ഫേസ്ബുക്ക് വഴി അല്ലാതെ ആയിട്ടും, പല ജില്ലകളിൽ ഫാൻസ്, മറഡോണ വന്നതിന് ശേഷം ബോബി ഫാൻസ് ക്ലബ്ബുകൾ, അങ്ങനെ ഒരുപാട് പേര് ഓൾറെഡി ഉണ്ട്. ഫേമസ് ആണ്, ഫ്രണ്ട്സ് ഉണ്ട്, ഒക്കെ ഉണ്ട്. അതിനുവേണ്ടി പക്ഷെ ഓട്ടം വന്നപ്പോ തീർച്ചയായും ആ റേഷ്യോ കൂടി എന്നുള്ളത് സ്വാഭാവികം. ജോസഫ് ചിറ്റിലപ്പള്ളി എന്ന് പറഞ്ഞൊരു വ്യവസായി അദ്ദേഹത്തിന്റെ വൃക്ക പകർത്ത് നൽകി. പലപ്പോഴും ഈ മനുഷ്യ സ്നേഹം അവരുടെ വ്യവസായത്തിനൊരു ബലം നൽകുന്ന ഒന്നായി മാറുന്നു എന്നുള്ള ആക്ഷേപം ഈ ജോസഫ് ചിറ്റിലപ്പള്ളി അടക്കമുള്ള ഉദാഹരണങ്ങളുണ്ട്. ഇതിൽ നിന്നൊക്കെ എന്തെങ്കിലും പഠിക്കാനുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? ജോസഫ് ചിറ്റിലപ്പള്ളി എന്റെ ഒരു റിലേറ്റീവ് ആണ്. പുള്ളി വൃക്ക എന്നുള്ള വലിയ എനിക്ക് ഇതുവരെ സാധിക്കാത്തൊരു കാര്യമാണ്. എന്റെ വൃക്ക ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഞാൻ ഒരു ഓട്ടക്കാരനാണ്, സ്പോർട്സുകാരനാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ പതുക്കെ മാറി എന്നുള്ളത് സത്യമാണ്. പുള്ളി അത് ചെയ്തത് വലിയൊരു കാര്യമാണ്. പിന്നെ അതിനുശേഷം ഉണ്ടായ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ അറിവിനും അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുന്നു. ഞാൻ ആളല്ല അതിനെ കുറിച്ചൊന്നും അഭിപ്രായം പറയാനായിട്ട്. താങ്കൾ രാഷ്ട്രീയത്തിൽ വിലയിരുത്താറില്ലേ? എനിക്ക് എല്ലാവരും ഏറ്റവും വലിയ ചോദ്യം ഈ യാത്രയിൽ ഇത് കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുമോ? വ്യക്തമായിട്ട് പല സെന്ററുകളിലും പറഞ്ഞു, ഒരു മന്ത്രിസ്ഥാനം കിട്ടിയാൽ പോലും എനിക്ക് താല്പര്യമില്ല. കാരണം അതൊക്കെ വലിയ കഷ്ടപ്പാട്, ഉത്തരവാദിത്തമുള്ള പണിയാണ്, എന്നെ കൊണ്ട് സാധ്യമല്ല. സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോ? എല്ലാ സിനിമയും കാണും ഒരു വിധം, പക്ഷെ എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമില്ല. പക്ഷേ ഈ താല്പര്യമില്ല എന്നുള്ളത് വേറെ. താങ്കളുടെ പരസ്യത്തിലൊക്കെ കക്ഷി രാഷ്ട്രീയം ഇല്ല, അത് ഒരു അരാഷ്ട്രീയമായ ഒരു അല്ല. എനിക്ക് പ്രത്യേക ഇല്ല, ഇതുവരെ വോട്ട് ചെയ്തിട്ടില്ല. വോട്ട് ചെയ്യാത്തത് തെറ്റാണ്. പല ദുശീലങ്ങളിൽ ഒരു ദുശീലമാണ്. പലരും എന്നോട് പറഞ്ഞു വോട്ട് ചെയ്യണമെന്ന്. ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു. ആ ഹാബിറ്റ് മാറ്റിയെടുക്കാം. തെറ്റാണെന്ന് എനിക്കറിയാം. ഇതുവരെ എനിക്ക് ജാതി, മതം, കക്ഷി രാഷ്ട്രീയമൊന്നും. നല്ല വിശ്വാസിയാണോ? ദൈവവിശ്വാസിയാണ്. എങ്ങനെയാ വിശ്വാസം? അല്ല, വിശ്വാസത്തിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാൻ പഠിച്ചതിന്റെ പല റിസർച്ചുകളിൽ കൂടെ ദൈവം നമുക്ക് ചിന്താശക്തി തന്നു, കണ്ണു തന്നു. നോക്കിയാൽ കാണാം ആകാശം, ഭൂമി, നക്ഷത്രങ്ങൾ. ഒരു ശാസ്ത്രജ്ഞൻ ഇന്ന് വരെ ഒരു നക്ഷത്രത്തിന്റെ വലിപ്പം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒരു അമാനുഷികം, ഒരു ശക്തിയുണ്ട്, ഒരു സൃഷ്ടിയുണ്ട്. അതിനെ ഞാൻ ദൈവമായിട്ട് കാണുന്നു. അതിനെ ABCD എന്ന് വിളിച്ചാലും GOD എന്ന് വിളിച്ചാലും ഒക്കെ സെയിം ആണ്. അവിടെ ജാതിയും മതമൊന്നും ഇല്ല.
നമ്മൾ ഈ കാട്ടിൽ ജീവിച്ചിരുന്ന കാലത്ത് ഉടുതുണി പോലും ഇല്ലാത്ത കാലത്ത് എത്ര പാർട്ടി, എത്ര ജാതി, എന്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ജാതിയും മതമൊക്കെ നല്ലതാണ്, സ്നേഹത്തിന് വേണ്ടി, ഒരു സിസ്റ്റത്തിന് വേണ്ടി നല്ലതാണ്. പക്ഷെ സ്നേഹത്തിനൊരു തടസ്സമാകരുത് എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നു. എതിരല്ല. മകളുടെ വിവാഹം കഴിഞ്ഞോ? ഇല്ല, പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതിന് ജാതി തടസ്സമില്ല കല്യാണത്തിന്? അവളുടെ ഇഷ്ടമാണ്, ആരെ കല്യാണം കഴിക്കണം, ജാതി വേണോ വേണ്ടേ, ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടമാണ്. വീട്ടിൽ എങ്ങനെയാണ് ഈ വസ്ത്രത്തെ സ്നേഹിക്കുന്ന ആളുകളാണോ ഭാര്യ, മക്കൾ, കുടുംബം? ഇങ്ങനെ നടക്കുന്നില്ല അവർക്ക് സ്നേഹിക്കാന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ സ്വാതന്ത്ര്യം നമ്മൾ സ്വീകരിച്ചു. ഇപ്പൊ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അത് അവർ സ്വീകരിക്കുന്നു. അവർക്ക് വേറെ അഭിപ്രായങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഞാൻ എന്ത് ധരിക്കണം പറയാറുണ്ട് പലതും. ഈ ഓട്ടം അവർക്ക് ഇഷ്ടമില്ല. കാരണം ഇത്രയും ദൂരം ഓടിക്കഴിഞ്ഞാൽ തിരിച്ചു വരൂ, മരണം സംഭവിക്കോ, പലരും പലതും പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഈ മാറഡോണയുമായുള്ള ബന്ധം താങ്കൾ ഏറ്റവും പല സമയങ്ങളിലും പറയുന്നത് അടുത്ത സുഹൃത്താണ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ എന്തുമാത്രം അടുപ്പമുണ്ട്? സാധാരണ ഒരു പണം കൊടുത്ത ആളെ വരുത്തുക എന്നുള്ളതിനപ്പുറത്തുള്ള ബന്ധം എങ്ങനെയാണ്? പണം കൊടുക്കാണ്ട് ആരും വരില്ല, അതൊരു സത്യമാണ്. പിന്നെ സുഹൃത്ത് ബന്ധം കൂടുമ്പോ അതിലൊക്കെ ഇളവുകളും നീക്കുപോക്കുകളും ഉണ്ടാവും എന്നുള്ളത് അതിന്റെ യാഥാർത്ഥ്യം. പാർട്ട്ണർ ആണ്. ദുബായില് ഒരു ചെറിയ പാർട്ട്ണറാണ് എന്റെ, അത്രേ ഉള്ളൂ. എങ്ങനെ ബന്ധം എങ്ങനെയാ? വിളിക്കുമോ അതോ? ഇടയ്ക്ക് ഞാൻ ദുബായി പോകുമ്പോൾ ആളുടെ വീട്ടിൽ പോവും, ഭക്ഷണം കഴിക്കും, ഇടയ്ക്കൊന്നും അത് ബന്ധം പുലർത്തും. നമ്മളെ വിളിച്ചാൽ വരണ്ടേ നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ. അപ്പൊ ഒരു റിലേഷൻ. പുള്ളി നല്ലൊരു മനുഷ്യനാണ്. പെട്ടെന്ന് ദേഷ്യം വരും, അതുപോലെ പെട്ടെന്ന് തണുക്കും. ഒരു 5ാം ക്ലാസ്സുകളുടെ കുട്ടികളുടെ മനസ്സിന്റെ വലിപ്പമുള്ളൂ. ഈസ് റിയലി ചൈൽഡിഷ്. താങ്കളോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? പിന്നെ എങ്ങനെ കിട്ടി മറഡോണയെ? ദുബായിന്ന് കിട്ടിയതാ. അവിടെ ഉണ്ടായിരുന്നു, പോയി കണ്ടു, എന്റെ കാര്യങ്ങൾ പറഞ്ഞു, ഉദ്ഘാടനത്തിന് വരണം എന്ന് പറഞ്ഞു, വന്നു. അതിനുശേഷം പല കാര്യങ്ങളും ചാരിറ്റി അത് ഇതൊക്കെ ഷെയർ ചെയ്തപ്പോൾ പുള്ളിക്ക് കുറച്ചും കൂടെ ഒരു ഫ്രണ്ട്ഷിപ്പ് വന്നു. ഭക്ഷണം കഴിച്ചു, ഒരുമിച്ച് അങ്ങനെയൊക്കെ സമയം സ്പെൻഡ് ചെയ്തപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പ്. ഞാൻ ഇംഗ്ലീഷാണ്, ആള് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആളുണ്ട്, അങ്ങനെയാണ് പറയാ. ഇപ്പൊ ചില ആംഗ്യഭാഷ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് ആൾക്ക്. ഈ ബോബി ആൻഡ് മറഡോണയുടെ പരസ്യത്തിലെ ഈ മറഡോണയെ വെല്ലുന്ന ഷോട്ടുകൾ എടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? ശരിക്കും അങ്ങനെ ഈ സിസ്റ്റർ കട്ടൊക്കെ നന്നായി ചെയ്യുമോ? അത് പലരും ചോദിച്ചത് എന്താ ബഡായി ബംഗ്ലാവിലോ എന്തൊക്കെ അതിനെ കുറിച്ചിട്ട് വന്നിരുന്നു. ഇത് ആനിമേഷൻ ആണ്, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അത് ദുബായ് സ്റ്റുഡിയോയിൽ ശരിക്കും ഷൂട്ട് ചെയ്ത ഷോട്ടുകളാണ് അത്. പക്ഷെ ഗ്രൗണ്ടും മറ്റുള്ള സംഭവങ്ങളൊക്കെ കൂട്ടിച്ചേർത്താണ് ടെക്നിക്കൽ സൈഡ്. എന്നെ ശരിക്കും ഷൂട്ട് ചെയ്തതാണ്. പക്ഷെ പലരും പറയുന്ന ഈ രജനീകാന്തിന്റെ സിനിമ പോലെ ഞാൻ അതിലില്ല, ഈ ഷോട്ടുകളൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നാണ് പറയുന്നത്. അറിയുന്നവർക്ക് പറഞ്ഞു മറഡോണയെ നിർത്തി സിസർ കെട്ടടിക്കുന്ന കണ്ട് ഞാൻ ബോബിയെ വിളിച്ച് ചീത്ത പറഞ്ഞു. ശരിയാണോ? ചീത്ത പറഞ്ഞില്ല, പുള്ളി ടിവിയിൽ പറഞ്ഞു. വിളിച്ചപ്പോ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. പിന്നെ മറഡോണ അതുപോലത്തെ ഷോട്ടുകൾ ചെയ്തിട്ടില്ല. കാരണം ഒരു പക്ഷേ ഈ സമയത്ത് ചിലപ്പോൾ അദ്ദേഹത്തിന് അങ്ങനത്തെ ഷോട്ടുകൾ എടുക്കാൻ ഉള്ള തയ്യാറെടുപ്പ് ഇല്ലാതെ ആയിരിക്കാം. രാഷ്ട്രീയക്കാരായിട്ടൊക്കെ അടുത്ത പരിചയമുണ്ടോ? എനിക്കോ? എനിക്ക് പ്രത്യേക പാർട്ടിയില്ലെങ്കിലും ഞാൻ എല്ലാവരും പോയി കാണും, എല്ലാത്തിനും ക്ഷണിക്കും. നിങ്ങൾ വിളിക്കുമ്പോൾ കുറച്ചുകൂടി ഇതുണ്ടോ പൊതുവിൽ ജനങ്ങൾ വിളിക്കുന്നതിനേക്കാൾ രാഷ്ട്രീയക്കാർക്ക്? രാഷ്ട്രീയക്കാരെ പറ്റി പെട്ടെന്ന് ഓടി വരും. രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ വലിയ കഷ്ടപ്പാടുള്ള പണിയാണ്. എന്തൊക്കെ ചെയ്താലും എന്നും പരാതികളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉള്ള ഒരു ഇതാണ്. അതുകൊണ്ട് പുച്ഛം ഒരിക്കലും ഇല്ല. കളിയാക്കുന്നതിലൊന്നും വിഷമം തോന്നാം? ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതിൽ ഞാൻ ഓപ്പൺ ആയിട്ട് എന്ത് ചോദിച്ചാലും മറുപടി പറ്റാവുന്നത് പറയും എന്നുള്ളതാണ്. അത് തൊലിക്കട്ടി കൂടുന്നതുകൊണ്ടാണ്? തൊലിക്കട്ടിയല്ല, എന്നെ സംബന്ധിച്ച് എന്റെ അറിവാണ്. കാരണം 5 പേരിലും 5 ജാതിയാണ്. ചോദിക്കുന്നവർക്ക് പല അറിവാണ്, പല മെന്റാലിറ്റികളാണ്. അപ്പോൾ പലരും പലതും ചോദിക്കുമ്പോൾ നമ്മൾ അവരെ പുച്ഛിക്കാൻ പാടില്ലല്ലോ. ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്ത് എന്ന് പറഞ്ഞവരാണ് മലയാളികൾ കൂടുതലൊന്നും അഭിപ്രായമുണ്ടോ? മലയാളികൾ ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിരാക്ഷസന്മാരാണ്, കഴിവുള്ളവരാണ്. പക്ഷെ കേരളത്തിൽ അത് ഉപയോഗിക്കാറില്ല, നേരെ പോവില്ല, ഉൾട്ട പോവാൻ ശ്രമിക്കും. മലയാളികൾ വികാരം പുച്ഛമാണ്. അതെ, പെട്ടെന്ന് ഒരാള് ഇങ്ങനെ പരിപാടിയുമായി ഇറങ്ങി തിരിച്ചാൽ ആദ്യം വരുന്ന വികാരം പുച്ഛമായിരിക്കും. അതാണ് ബോബി ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ടാവുക പുച്ഛവുമായിരിക്കും. ഒരുപാട് പേര് വിമർശിക്കാറുണ്ട്. അപ്പൊ നമ്മള് സാധാരണഗതിയിൽ പിന്നോട്ട് പോവുകയാണ് ചെയ്യുക. ബോബി പിന്നോട്ട് പോവുകയല്ല ചെയ്യുന്നത്, കൂടുതൽ ഫ്ലക്സ് വരികയാണ് ചെയ്യുന്നത്. അതിന്റെ കാരണം അത് എന്റെ അറിവനുസരിച്ചിട്ട് നമ്മൾ ജനിച്ചാൽ മരിക്കുന്നവരെ ജീവിക്കും. ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിന് നമുക്ക് സുഖം കിട്ടണം. മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് എന്ത് നമ്മുടെ മനസ്സിനോട് ചോദിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ് പ്രധാനം. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ പരസ്യം, അവാർഡ്, ഇതൊക്കെ. അപ്പൊ പരസ്യം കിട്ടുന്നത് നല്ലതാണ്. നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കുക, ഉദ്ദേശശുദ്ധി നന്നാവുക. അങ്ങനെ നമ്മുടെ മനസ്സിനോട് ചോദിക്കുമ്പോൾ ആ മനസ്സാക്ഷിക്ക് കിട്ടുന്ന ഉത്തരമാണ്, ക്ലിയർ ആണ് നമ്മളെ എങ്കിൽ നമുക്ക് കുറ്റബോധത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് അതൊന്നും മൈൻഡ് ചെയ്യില്ല, പോസിറ്റീവ് എടുക്കുക,
പോസിറ്റീവായിട്ട് മുമ്പോട്ട് ബോബിക്ക് ഒരുപാട് കള്ളപ്പണം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ പണം വാരി എറിഞ്ഞ് ഉപയോഗിക്കാൻ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. എനിക്ക് അങ്ങനെ അധികം കള്ളപ്പണമൊന്നും ഇല്ല. ഇതിൽ കിട്ടണമൊക്കെ ചില അല്ല കള്ളപ്പണം എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് പലരും പല അതാണ് നേരത്തെ മധു ചോദിച്ചത്. സാധാരണ ഇതിൽ ജ്വല്ലറി ബിസിനസ് ഒന്നും വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതല്ല, വലിയ കോമ്പറ്റീഷൻ ഉണ്ടായി കാര്യങ്ങളൊക്കെ നടന്നു പോകും എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഭയങ്കര കോമ്പറ്റീഷനാണ്. തീർച്ചയായിട്ടും പരസ്യം ചെയ്യാതെ ഇത്രയധികം ചാനലുകളും കാര്യങ്ങളിലൊക്കെ പരസ്യം ചെയ്യാതെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അത് കാരണം കൊണ്ട് കിട്ടുന്ന കാശൊക്കെ അധികം പരസ്യത്തിനാണ് പോവുക. കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. എന്നാൽ അത്യാവശ്യം ഈ ബ്രാൻഡ് നെയിം ഒക്കെ ഉള്ളത് കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റും. എന്താണ് ഇനി പരിപാടി? ഇനി യുദ്ധത്തിനെതിരെ, പട്ടിണിക്കെതിരെ ഓടുക. ഇന്ത്യയിൽ തന്നെ ചില സ്റ്റേറ്റുകളിൽ, പല രാജ്യത്തും ഇതിനു വേണ്ടി ഓടുക. ഗൾഫിലും അമേരിക്കയിലും ഒക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. ഉണ്ട്. ദുബായ് പ്ലാനുണ്ട്, അമേരിക്ക പ്ലാനുണ്ട്. ഈ ഏരിയയിൽ എനിക്ക് ഓടാൻ കഴിയും എന്നുള്ളത് ബോധ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും കൂടി കീർത്തി നേടുക എന്നുള്ളതാണ് ലക്ഷ്യം. കീർത്തി വരും, അതിൽ തെറ്റില്ല. അത് ഞാൻ എൻജോയ് ചെയ്യുന്നു, പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്നു. പക്ഷെ അതിനു മാത്രം ഈ വഴി സ്വീകരിക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു മാർക്കറ്റിംഗ് പേഴ്സൺ ആണ്. ഒരുപാട് വളരെ കൂളായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് മറഡോണ പോലെ ചെയ്യാൻ, പ്രശസ്തി നേടാൻ എനിക്കറിയാം. എങ്കിൽ പ്രശസ്തിക്ക് വേണ്ടി മാത്രമല്ല, ഈ ഒരു ലക്ഷ്യം മനസ്സിലുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇതിലേക്ക് വരാനുള്ള ഒരു പ്രധാന കാരണം ഈ ആരോഗ്യം, സമ്പത്ത്, ഈ വക കഴിവുകളൊക്കെ ദൈവം ദാനമായിട്ട് തരുന്നതാണ്, നമ്മുടെ അല്ല. അപ്പോ ആ കഴിവ് മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുക, അതുവഴി അവർക്ക് ഉപകാരം ഉണ്ടാവുക, സന്തോഷം ഉണ്ടാവുക. ഈ ഓട്ടത്തിനിടയിൽ ഒരു ദിവസം പേശി വലിവോ അല്ലെങ്കിൽ ഒരു പനിയോ ഒന്നും ഉണ്ടായില്ല, പൂർണ്ണമായും ഹെൽത്തി ആയിരുന്നു. കാല് മസിൽസ് ഒക്കെ ഇടയ്ക്ക് വേദന ഉണ്ടാവും. പിന്നെ 2-3 ദിവസം ഉച്ചയ്ക്ക് ആ സൂര്യാഘാതം അതിഭയങ്കരമായ ചൂടിൽ ഒന്ന് തളർന്നു പോയി. അങ്ങനെയൊക്കെ ഉണ്ട്. അതർവൈസ് ഒരുവിധം കുഴപ്പമില്ലാണ്ട് ഓടിയിരുന്നു. വളരെ നന്ദി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച മീറ്റ് ദ എഡിറ്റേഴ്സിൽ പങ്കെടുക്കാനായി എത്തിയത്. താങ്ക് യു വെരി മച്ച്.